മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതീവ സംരക്ഷണ മേഖലയായ നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണാവശിഷ്ടവും തള്ളിയതിന് ലോറി ഉടമയ്ക്ക് 5000 രൂപ പിഴ ചുമത്തി. ചുരത്തിൽ വാഹനം നിർത്തി ഭക്ഷണം പാകം ചെയ്യുകയും ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചുരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ലോറിക്കാണ് പിഴ ചുമത്തിയത്. ഓപ്പറേഷൻ തുഫാൻ വഴിക്കടവിൽ വൻ രാസലഹരിവേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പിടികൂടിയ MDMA-ക്ക് വിപണിയിൽ 3.5 ലക്ഷത്തോളം രൂപ വില വരും. KMG റോഡിൽ പൂച്ചകുത്ത വെച്ച കാറിടിച്ച് പരിക്കേറ്റ മണ്ണുപാടം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ കല്ലേമ്പാടം വേലായുധൻ എന്ന സുന്ദരനാണ് മരിച്ചത്. കുടലൂർ വനമേഖലയിൽ നീലക്കുറിഞ്ഞിപ്പൂക്കൾക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന അത്ഭുത വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ കാണുന്നത് വളരെ അപൂർവമാണെന്ന് പറയപ്പെടുന്നു. സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി മുത്തമിട്ട നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ. ഫൈനലിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ വീഴ്ത്തി അണ്ടർ 17 ഗേൾസ് ടീം കിരീടം ചൂടി. വാർത്തകൾ വിശദമായി. അതീവ സംരക്ഷണ മേഖലയായ നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണാവശിഷ്ടവും തള്ളിയതിന് ലോറി ഉടമയ്ക്ക് 5000 രൂപ പിഴ ചുമത്തി. ചുരത്തിൽ വാഹനം നിർത്തി ഭക്ഷണം പാകം ചെയ്യുകയും ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചുരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ലോറിക്കാണ് പിഴ ചുമത്തിയത്. അതീവ സംരക്ഷണ മേഖലയായ നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണാവശിഷ്ടവും തള്ളിയതിന് ലോറി ഉടമയ്ക്ക് 5000 രൂപ പിഴ ചുമത്തി. ചുരത്തിൽ വാഹനം നിർത്തി ഭക്ഷണം പാകം ചെയ്യുകയും ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചുരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ലോറിക്കാണ് പിഴ ചുമത്തിയത്. മാലിന്യം തള്ളിയത് പരിശോധനയിൽ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വനം ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പഞ്ചായത്ത് പിഴ ചുമത്തുകയുമായിരുന്നു. KSRTC ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളായ ഇർഫാൻ, ഇമ്രാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSRTC ബസ്സിന് സൈഡ് കൊടുക്കുന്നതിന്റെ ബസ് തട്ടി നിയന്ത്രണം വിട്ടാണ് വാൻ ആഴമേറിയ കൊക്കയിലേക്ക് മറിഞ്ഞതെന്നാണ് വിവരം. റോഡിലേക്ക് വലിയ പാറക്കല്ല് തള്ളി നിൽക്കുന്നതിനാൽ ഇവിടുത്തെ വീതി കുറവ് കാരണം ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസമാണ്. അപകടത്തെ തുടർന്ന് രക്ഷപ്പെടുത്തിയ ഇരുവരെയും ഉടൻ തന്നെ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ വഴിക്കടവിൽ വൻ രാസലഹരി വേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പിടികൂടിയ MDMA-ക്ക് വിപണിയിൽ 3.5 ലക്ഷത്തോളം രൂപ വില വരും. ഓപ്പറേഷൻ തുഫാൻ വഴിക്കടവിൽ വൻ രാസലഹരി വേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന 100 ഗ്രാം MDMA-യുമായി 2 പേരെ ഡാൻസഫ് ടീം അറസ്റ്റ് ചെയ്തു. എളംകൂർ മണ്ണാത്തി സ്വദേശി കൈതകത്ത് സൈഫുദ്ദീൻ, ചുങ്കത്തറ കൈപ്പിനി സ്വദേശി റിയാസ് അലി എന്നിവരെയാണ് ഡാൻസഫ് SI അർഷിദ് കാട്ടുമുണ്ട അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായർ, നാർക്കോട്ടിക് സെൽ DYSP NOCB എന്നിവരുടെ നേതൃത്വത്തിൽ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ കാർ സഹിതം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. പിടികൂടിയ MDMA-ക്ക് വിപണിയിൽ 3.5 ലക്ഷത്തോളം രൂപ വില വരും. പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPO അനി ജോൺ, ഡാൻസഫ് അംഗങ്ങളായ പ്രശാന്ത് പയ്യനാട്, മുഹമ്മദ് സലീം, ദിനേശ് IK, ജസീർ K, ബിജു, രഞ്ജിത്ത്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ് T എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. KMG റോഡിൽ പൂച്ചക്കുത്ത് വെച്ച് കാറിടിച്ച് പരിക്കേറ്റ മണ്ണുപാടം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ കല്ലേമ്പാടം വേലായുധൻ എന്ന സുന്ദരനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു.
കഴിഞ്ഞ ദിവസം 12:45 KNG റോഡിൽ പൂച്ചക്കുത്ത് ഭാഗത്താണ് അപകടം. ലോട്ടറി വിൽപ്പന നടത്തുന്ന വേലായുധൻ ഒരു യാത്രക്കാരന് ലോട്ടറി നൽകിയ ശേഷം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാർ ഇടിക്കുകയായിരുന്നു. വലത് കാലിന് സാരമായി പരിക്കേറ്റ വേലായുധനെ ആംബുലൻസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11:30 മരണം. ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. നേരത്തെ നിലമ്പൂരിൽ ചാനൽ ക്യാമറാമാനായും റിപ്പോർട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എടക്കര പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മണ്ണുപ്പാടത്തെ വീട്ടിലെത്തിക്കുക. നിലമ്പൂർ ലീഗൽ മെട്രോളജിയിലെ വത്സല കുമാരിയാണ് ഭാര്യ. ചേളാരി കൃഷിഭവനിലെ നിലാസുന്ദർ, വലിയോറ GLP സ്കൂളിൽ അധ്യാപിക ശിവപ്രിയ എന്നിവർ മക്കളാണ്. ഗുഡലൂർ വനമേഖലയിൽ നീലക്കുറിഞ്ഞിപ്പൂക്കൾക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന അത്ഭുത വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ. വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ കാണുന്നത് വളരെ അപൂർവമാണെന്ന് പറയപ്പെടുന്നു. ഗൂഡല്ലൂർ വനമേഖലയിൽ നീലക്കുറിഞ്ഞിപ്പൂക്കൾക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന അത്ഭുത വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ. വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ കാണുന്നത് വളരെ അപൂർവമാണെന്ന് പറയപ്പെടുന്നു. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. വനമേഖലകളിൽ നീലക്കുറിഞ്ഞി വിരിഞ്ഞത് പ്രകൃതി സ്നേഹികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ സന്തോഷമേകിയിട്ടുണ്ട്. ഈ സന്തോഷം ഇരട്ടിയാക്കിക്കൊണ്ട് നീലക്കുറിഞ്ഞികൾക്കിടയിൽ ചിലയിടങ്ങളിലായി വെള്ളക്കുറിഞ്ഞിപ്പൂക്കളും വിരിഞ്ഞിരിക്കുകയാണ്. വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. വെള്ളക്കുറിഞ്ഞിപ്പൂക്കൾ വിരിയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഭാസമായാണ് കണക്കാക്കപ്പെടുന്നത്. സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി മുത്തപ്പെട്ട നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ ഫൈനലിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ വീഴ്ത്തി അണ്ടർ-17 ഗേൾസ് ടീം. കിരീടനേട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഫുട്ബോൾ വേദിയിൽ. സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി മുത്തമിട്ട് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ ഫൈനലിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ വീഴ്ത്തി അണ്ടർ-17 ഗേൾസ് ടീം. കിരീട നേട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഫുട്ബോൾ വേദിയിൽ. തൃശൂരിൽ നടന്ന സംസ്ഥാന സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയവുമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ. അണ്ടർ-17 ഗേൾസ് വിഭാഗം ഫൈനലിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് മാനവേദൻ സ്കൂൾ ആദ്യമായി സംസ്ഥാന സുബ്രതോ കപ്പിൽ മുത്തമിട്ടത്. ക്യാപ്റ്റൻ മാളവിക വിജയന്റെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങിയ ടീം ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കലാശപ്പോരാട്ടം ആവേശകരമായിരുന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 4 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാനവേദന്റെ കുട്ടികൾ 3 ഗോളുകൾ വലയിലാക്കി. ഷൂട്ടൌട്ടിൽ എതിരാളികളുടെ 3 പെനാൽറ്റി കിക്കുകൾ തടുത്തിട്ട മാനവേദന്റെ മിൻഹ ഫാത്തിമയുടെ മിന്നുന്ന പ്രകടനമാണ് വിജയത്തിൽ നിർണായകമായത്. ഈ മികച്ച പ്രകടനത്തോടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായും മിൻഹ ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മാനവേദൻ പെൺകുട്ടികൾ തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ചത്. തുടർന്ന് നടന്ന സെമി ഫൈനലിൽ കൊല്ലത്തെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചു. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ എറണാകുളം പനമ്പള്ളി നഗർ ഗവൺമെന്റ് സ്കൂളിനെയും വീഴ്ത്തിയതോടെ സംസ്ഥാന കിരീടം നിലമ്പൂരിലേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന എയർ മാർഷൽ സുബ്രതോ മുഖർജിയുടെ സ്മരണാർത്ഥം 1960 ആരംഭിച്ച സുബ്രതോ കപ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ക്ലബ്ബുകൾക്കും സംസ്ഥാനങ്ങൾക്കും പകരം ഇന്ത്യയിലെ സ്കൂളുകൾ നേരിട്ട് മത്സരിക്കുന്നു എന്നതാണ് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ ഫുട്ബോളിന് നിരവധി പ്രഗത്ഭ താരങ്ങളെ സംഭാവന ചെയ്ത ഈ ചരിത്ര ടൂർണമെന്റിൽ സംസ്ഥാന ചാമ്പ്യന്മാരാകുവാൻ കഴിഞ്ഞത് മാനവേദൻ സ്കൂളിന്റെ കായിക ചരിത്രത്തിലെ സുവർണ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. കായികാധ്യാപകനായ ഷാഹിദ്, പരിശീലകരായ അബ്ദുൽ സലാം NP, കമാലുദ്ദീൻ മൊയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നൽകിയ ചിട്ടയായ പരിശീലനവും വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നവുമാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് ടീമിനെ നയിച്ചത്. പ്രധാനാധ്യാപകൻ MM അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ കോയ കടവത്ത് എന്നിവർ അഭിനന്ദിച്ചു. ചരിത്ര വിജയം കരസ്ഥമാക്കിയ ടീം അംഗങ്ങളെ നിലമ്പൂർ MLA ആര്യടൻ ഷൌക്കത്ത് വീഡിയോ കോളിലൂടെ വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ചു. കായികരംഗത്ത് നിലമ്പൂരിന്റെ യശസ് വാനോളം ഉയർത്തിയ വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. KNMന്റെ ഹെൽത്ത് വിങ്ങായ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പാലാട് ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ നടന്ന ക്യാമ്പ് ആര്യടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. രോഗം വരുന്ന വഴികളെ തടയലാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു.
വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീൻ ഫൈസൽ, ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ M റിൻഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. IMB ഹെൽത്ത് ഇൻസ്പെക്ടർ CK നാസർ അഹമ്മദ് ജീവൻ രക്ഷാ പരിശീലനം നൽകി. ഹെൽത്ത് ATM മെഷീന്റെ സഹായത്തോടെ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. കണ്ണു പരിശോധന, ഹെൽത്ത് ATM ആരോഗ്യ പരിശോധന, കൌൺസിലിംഗ്, ആരോഗ്യ സെമിനാർ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. നിലമ്പൂരിലെ 2 സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ ജനറൽ ഫിസിഷ്യൻ, ശിശുരോഗ വിദഗ്ധൻ, ENT വിദഗ്ധൻ, നേത്രരോഗ വിദഗ്ധൻ എന്നിവരുടെ സേവനങ്ങളും ഉണ്ടായിരുന്നു. IMB ചെയർമാൻ P അബൂബക്കർ മദനി അധ്യക്ഷത വഹിച്ചു. IMB ജില്ലാ സെക്രട്ടറി മുസ്തഫ കാരക്കുന്ന്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹാമിദ് ഇബ്രാഹിം, KNM ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ, സെക്രട്ടറി T യൂസഫലി സ്വലാഹി, വാർഡംഗം മാനു കോനാടൻ, KVVES എടക്കര യൂണിറ്റ് പ്രസിഡന്റ് CK ബാബു, IMB രക്ഷാധികാരി C മുഹമ്മദ് സലീം സുല്ലമി, സെക്രട്ടറിമാരായ E അഷ്റഫ്, അബ്ദുറഹ്മാൻ ഉമരി, EA നൌഷാദ്, എക്സിക്യൂട്ടീവ് അംഗം അലവിക്കുട്ടി, ജലീൽ മാമാങ്കര എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 27ാമത് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ NA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷമായ ചടങ്ങ് ഡോക്ടർ അമൽരാജ് MDS ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 27ാമത് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ NA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങ് ഡോക്ടർ അമൽരാജ് MDS ഉദ്ഘാടനം ചെയ്തു. ECHS ഇൻചാർജ് കേണൽ PS നായർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് നിരവധി വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. യുദ്ധത്തിൽ പങ്കെടുത്ത വീരസൈനികർ അവരുടെ അനുഭവം പങ്കുവയ്ക്കുകയും അവരെ സംഘടനയ്ക്ക് വേണ്ടി ആദരിക്കുകയും ചെയ്തു. TM ബാലകൃഷ്ണൻ സ്വാഗതവും EM തോമസ് നന്ദിയും പറഞ്ഞ ചടങ്ങിൽ PC സക്കറിയാസ് ബാബു, C സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടന റിയാദിലെ നിലമ്പൂർ നിവാസികളായ പ്രവാസികളുടെ മക്കളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ആര്യടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഷൌക്കത്ത് UP, ഹൈദരാലി ചന്തക്കുന്ന്, ഹിദായത്ത് ചുള്ളിയിൽ, ഷാനവാസ് പട്ടികാടൻ, സുൽഫിക്കർ ചെമ്പാല, അബ്ദുൾ റസാഖ് അറക്കൽ, ഉമ്മർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ അയ്യപ്പ ഭജന മഠം പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ 5:30 മുതൽ വൈകിട്ട് വരെ ഏകദിന രാമായണ പാരായണം നടത്തി. കർക്കിടക മാസത്തിൽ ഒരു ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുക എന്നതാണ് ഏകദിന രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി ഹനുമൽ സമാഗമം, ശ്രീരാമ പട്ടാഭിഷേകം, ഘോഷയാത്രയും നടത്തി. രാവിലെയും ഉച്ചയ്ക്കും അന്നദാനവും നടത്തി. പൂജകൾക്ക് ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഏകദിന വായനയ്ക്ക് ശ്രീ ഹരിദാസ് മോളൂർ മഠം, ശ്രീമതി തങ്കമണിയമ്മ, ജലജ, ഇന്ദിര, ലസിത, ഉഷ, വത്സല എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.